ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവരെന്താണ് കേരളത്തിൽ വന്ന് ചെയ്യുന്നത് എന്ന് പലർക്കും അറിയത്തില്ല. അത് പല ആളുകളും വന്നിട്ട് ഇവിടെ കൂലിവേലകളൊക്കെ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ പലരും എന്ത് ജോലിയാണ് കൃത്യമായി ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയില്ല. കാരണം ഇവിടെ വന്ന് ഒരുപാട് പേര് അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ കാമുകനെ വെട്ടിനുറുക്കി, വയനാട്ടിലാണ് സംഭവം, വെട്ടിനുറുക്കി സൂട്ട് കേസിലാക്കി പാലത്തിൽ നിന്ന് കൊണ്ടുകളയാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ ഒക്കെ വിളിച്ചാണ് വന്നത്. ഓട്ടോ വിളിച്ചപ്പോൾ ഓട്ടോക്കാരൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒരാളെ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞ് ഓട്ടോക്കാരനാണ് പോലീസിൽ അറിയിക്കുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആണ്. കാരണം ഞാനൊരു കുറ്റം ചെയ്തു അല്ലെങ്കിൽ ആ കുറ്റകൃത്യം മറച്ചു വെക്കാനൊന്നും ഇല്ല, ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പുള്ളി. അപ്പൊ അത് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധമായിരിക്കും ചിലപ്പോ. ഒരാളെ കൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവനാണ്. ഒരു മനുഷ്യന്റെ ജീവനെ വെട്ടി നുറുക്കി കൊന്നതിന് ശേഷം അദ്ദേഹത്തെ സൂട്ട് കേസിൽ കാർഡ്ബോർഡ് മാത്രമല്ല ദേഷ്യം തീരുന്നത്, വെട്ടി നുറുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ദേഷ്യം ഉണ്ടായിരിക്കണം ആ ഒരാളോട്. അന്യസംസ്ഥാന തൊഴിലാളികളാണ്, ഓക്കെ ശരി, ഉത്തർപ്രദേശിൽ നിന്ന് വന്നവരാണ്, ഭാര്യയുടെ കാമുകനാണ്, ഭാര്യയോട് അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ടായിരുന്നു, അതിന്റെ പേരിലാണ് വെട്ടി കൊന്നത് എന്ന് അദ്ദേഹം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്, കുറ്റം അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് പേർ ഇവിടേക്ക് വരുന്നുണ്ട്. അവർ ഇന്ന് കേരളത്തിൽ വന്ന് കാണിച്ചു കൂടുന്ന അക്രമങ്ങളൊക്കെ ഇന്നൊരു പരിധിയില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടുകയാണ്. കാരണം ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ പറയും നേരത്തെ എറണാകുളം പോലുള്ള ഒരു സിറ്റികളിലായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. പക്ഷെ അതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവരിൽ പലരും അന്യസംസ്ഥാന തൊഴിലാളികളല്ല. ഇന്ന് അറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് തുറവൂരിൽ നിന്നും 3 പേരെ പിടിച്ചിട്ടുണ്ട്. അതും അവര് ബംഗ്ലാദേശിൽ നിന്നും വരുന്നവരാണ്. ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, പാസ്പോർട്ടോ കൃത്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ അവസ്ഥ. നമ്മളൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ID കാർഡ്, നമ്മുടെ വോട്ടർ ID കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ അതുവരെ വ്യാജമാക്കി മറ്റൊരു രാജ്യത്ത് കടന്ന് പിന്നീട് കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടാൽ പോലും നമുക്കറിയില്ല ഇവർ എവിടുന്നാ വന്നത്. കാരണം ഇവരുടെ കയ്യിലുള്ളതെല്ലാം വ്യാജമാണ്. പല നേതാക്കന്മാരും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇവിടെയുള്ള അല്ല രാജ്യത്തുള്ള പല ആളുകളും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഒരു തീവ്രവാദ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രസ്താവനകൾ നടത്തുന്ന പല ആളുകളുമുണ്ട്. ചിലപ്പോൾ അവർ പറയുന്നത് ശരിയാണെന്ന് ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം അങ്ങനെയുള്ള വാർത്തകളാണ് ദിനം പ്രതി കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണങ്ങളില്ലാത്ത ഒരു ദിവസങ്ങൾ പോലുമില്ല. ഇതുകൂട്ടി പിടിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ചെയ്തു പോകുന്ന മോഷണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല കേസുകളിലും പിടിക്കുമ്പോൾ ആ പിടിക്കപ്പെടുന്നവർ അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കും. നമ്മൾ ഓമന പേരിട്ട് അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും പലരും ഇവിടെ വന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ വന്ന് ജയിലിൽ കയറിയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം നമുക്കറിയത്തില്ല, നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് പലരും കോൺട്രാക്റ്റിനായാലും കൊണ്ടുവിടുന്നുണ്ട്. പക്ഷെ നമ്മളിവരുടെ ID അറിയില്ല, ഇവർ എവിടുത്തുകാരാണ് അല്ലെങ്കിൽ ഇവർ വല്ല കുറ്റവാളികളാണോ, ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ പണിക്കൊക്കെ വന്നിട്ട് ആ വീട്ടിൽ തന്നെ കൊള്ളയടിച്ച് ഒരുപാട് കേസുകൾ നമ്മൾ തന്നെ കേട്ടു. അതിനപ്പുറത്തേക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് ഇവിടെ ആക്രമണം നടത്തി തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല, ആരാണ് ഇവിടെ വന്നത് എന്ന് പോലീസിന് പോലും അറിയാത്ത രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് നിന്നാണ് ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത്. അതായത് അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ വന്ന് ബംഗ്ലാദേശിൽ നിന്നും, നമുക്കറിയാം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ വലിയ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പം ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വലിയൊരു യുദ്ധം പോലെ ഒരു പ്രസ്താവനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് പലരും ബംഗ്ലാദേശിൽ നിന്നും ഈ ഇന്ത്യയിലേക്ക് വന്നിട്ട്, ബംഗ്ലാദേശിലുള്ള ആളുകളുടെ ഒരു സ്വഭാവം നമുക്കറിയാം, അവിടെ പല തെരുവോരങ്ങളിൽ പോലും ഇന്ത്യയുടെ പതാക തറയിലിട്ടിട്ട് അതിൽ ചവിട്ടി പോകുന്ന ഒരുപാട് വീഡിയോകളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയ സജീവമാണ്. ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന പല ബംഗ്ലാദേശിലുള്ള നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരം മനോഭാവമുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നൊരു കുറ്റകൃത്യം ചെയ്യാന്നുള്ളതില് അല്ലെങ്കിൽ അതിൽ നമ്മൾ ഇങ്ങനെയുള്ള തീവ്രവാദികൾ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ഇപ്പോൾ ഒരു അടുപ്പം, ബംഗ്ലാദേശ് പാകിസ്ഥാനോട് കാണിക്കുന്ന ഒരു മമത, അത് ഇന്ത്യയെ തളയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഒന്നായി ചേരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അങ്ങനെ ഒരു സമയത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ വന്നെങ്കിൽ പോലും
ഇന്ത്യയിൽ വരണമെങ്കിൽ അവർക്ക് പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം വേണം. അങ്ങനെയുള്ള ഒരു സമയത്ത് കേരളം പോലൊരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ സുഖമായി ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, അവർക്ക് ഇവിടെ അതിഥി തൊഴിലാളികളെ പോലെ വന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ആഭ്യന്തര സംവിധാനം മൊത്തത്തിൽ തകർന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. നമ്മുടെ ഒരു പോരായ്മ കുറവ് തന്നെയാണ് അത്. കാരണം നമ്മൾ കൃത്യമായി അന്വേഷിക്കുന്നില്ല ഇവർ എവിടുന്നാ വരുന്നത്, എങ്ങോട്ടാ പോകുന്നത്, ഇവർ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊന്നും നമ്മൾ അന്വേഷിക്കുക. ആ ഒരു അന്വേഷണത്തിന്റെ കുറവ് മൂലമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. വലിയ സുരക്ഷാ ഭീഷണിയാണ്. ഈ വരുന്ന പല ആളുകളും സ്ലീപ്പർ സെൽസ് ഉണ്ടാകാം. കാരണം തീവ്രവാദ സംഘടനയുമായിട്ട് വരുന്ന ആളുകൾ പലരും സ്ലീപ്പർ സെൽസ് ആണ്. പല വിഷയങ്ങളും നടക്കുമ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അവർ സാധാരണ പോലെ ഇവിടെ വന്ന് എല്ലാവരോടും ഇണങ്ങി പെരുമാറി പോകുന്നുണ്ടെങ്കിലും അവർ സ്ലീപ്പർ സെൽസ് ആയിരിക്കാം. അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിരിക്കായിരിക്കും ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വരുന്നത് ഒരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. കേരളം കൃത്യമായിട്ട് സുരക്ഷ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ഇന്ത്യക്ക് തന്നെ ആപത്തായി വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. പണ്ട് നേരത്തെ പെരുമ്പാവൂരില് കുറെ കേസുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ബംഗാള് സൃഷ്ടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ചേരി പോലെ മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ റെഡ് സ്ട്രീറ്റ് ഉൾപ്പെടെ നടക്കുന്നു, അവിടെ പല കാര്യങ്ങളും നടക്കുന്നു. അപ്പൊ അത്തരത്തിൽ കേരളത്തിലുള്ള ഒരു സ്ഥലത്തെ പറ്റി ഇത്തരം ഒരു പരാമർശം ഉണ്ടാവുമ്പോൾ വീണ്ടും നമ്മുടെ ആഭ്യന്തരം ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ അവരെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. അല്ല അവിടെ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് ആണെങ്കിലും ഈ സേനകളൊക്കെ കുറെ കൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ. എല്ലാം ഒന്ന് അന്വേഷിച്ച്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരു 8 മണിക്ക് ശേഷം ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാണ്. അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ബംഗാളി അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ മാത്രമായിരിക്കും ഉള്ളത്. കേരളത്തിലുള്ള പല ആളുകളും വീട്ടമ്മമാരും ഇന്ന് പേടിച്ച് കഴിയുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം കാര്യം ഇത് തന്നെയാണ്. കുറുവാ സംഘം എന്ന പേരിൽ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ട് മോഷണം ചെയ്തു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ ചിലപ്പോൾ പലരും കുറുവാ സംഘങ്ങളായിരിക്കില്ല. ചിലപ്പോൾ ഇതുകൂട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളോ ഒക്കെ ആയിരിക്കാം. അവരും ഇതേപോലെ രൂപം ധരിച്ചു വന്ന് കൊലയും നടത്തി പോകുമ്പോൾ ആരും അറിയാത്ത രീതിയിൽ ഇവരെ പിടിക്കാൻ കഴിയുമോ? അതുമില്ല. പോലീസ് സംവിധാനം മൊത്തത്തിൽ തകരുന്ന ഒരവസ്ഥയിലേക്ക് കേരളം പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ റിപ്പർ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരു സ്ഥലത്തായിരിക്കും അവർ കേസ് റിപ്പോർട്ട് ചെയ്ത്, അതിനുശേഷം കുറച്ചു നാൾ കഴിയുമ്പോൾ പല സ്ഥലങ്ങളും ഈ ഒരു റിപ്പർ എന്ന്, അപ്പൊ അതൊരു വ്യക്തിയില്ല, അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് പലരും ആ ഒരു വേഷം സ്വീകരിക്കുന്ന രീതിയിൽ തന്നെ. അപ്പൊ ഇത്തരം സംഘങ്ങൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യം അവിടെ നടക്കുന്നുണ്ട്, അപ്പൊ ഇനി അവർ തന്നെ ആയിരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റു പലരും അത് സ്വീകരിച്ച് പല കുറ്റകൃത്യങ്ങളും പല സ്ഥലങ്ങളിലും നടക്കും. കാരണം ഇതിനെയൊക്കെ നമുക്ക് ആരാണെന്ന് പലർക്കും ഈ ഒരു CCTV ഫ്യൂട്ടേജസ് പോലും പല കുറ്റകൃത്യങ്ങൾക്ക് നമുക്ക് കിട്ടാനും വഴിയില്ല. അത് മാത്രമല്ല, ഇവരെ ഒന്നും ട്രേസ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ വന്ന് ഇവരെ തന്നെ ഇന്ന് അവരുടെ സംസ്ഥാനത്തേക്ക് തിരിച്ചു പോയിരുന്നെങ്കിൽ ഇവരെ പിടിക്കാൻ കഴിയില്ല. പലരും ചിലപ്പോൾ ഫോൺ പോലും ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതെ, ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നവരാണ്. ഇവർ ഇവിടെ വന്ന് കൊല നടത്തിപ്പോയി. പക്ഷെ ഇവർക്ക് ഇനി ഉത്തർപ്രദേശിൽ ഇവർ എവിടെയാണെന്ന് നമുക്ക് പോലീസിന് കണ്ടെത്താനുള്ള ഒരു സംവിധാനം പലപ്പോഴും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കും കേരളത്തിൽ വന്ന് എന്തും ചെയ്തിട്ട് പോകാൻ കഴിയുന്ന ഒരു ഹബ്ബായി കേരളം മാറുകയാണെങ്കിൽ എന്താണ് ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നത്? നമ്മൾ ഭീതിയോടെ കഴിയേണ്ട ഒരു അവസ്ഥയിലല്ല നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ കണ്ട് അല്ലെങ്കിൽ അത് ശീലിച്ച് തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ കുറെ നാളായിട്ട് ഇപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് കൊലകൾ നടക്കുന്നു. അപ്പോൾ ഇത് കണ്ട് നമുക്ക് വേണമെങ്കിൽ കൊല്ലാം, ആ ഒരു രീതിയിലേക്ക് എനിക്ക് ആർക്കും ഒരാളെ കൊന്നിട്ട് പോകാം. കേരളത്തിൽ ആരും ചോദിക്കാനില്ല. അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്യാം. നമ്മുടെ ആധാർ കാർഡുകളും പാസ്പോർട്ടും എല്ലാം സ്വന്തമായി നിർമ്മിച്ച് ഇവിടെ സുഖമായി ജീവിക്കാമെന്നൊരു പൊതുധാരണ ഇങ്ങനെയുള്ളവർ പലപ്പോഴും കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ സുരക്ഷയിൽ ഉണ്ടാകുന്ന വീഴ്ച തന്നെയാണ്. നമുക്കൊരു തിരിച്ചറിവ് കൊടുക്കത്തിന് ചിലപ്പോൾ ചിലരൊക്കെ തിരിച്ചറിഞ്ഞ് ബംഗ്ലാദേശികളാണെന്നൊക്കെ തിരിച്ചറിഞ്ഞാൽ അതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പൊതുസമൂഹം വളർന്നിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പിടിച്ചൊരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അറിയുമായിരിക്കും ഇത്ര വലിയ രാജ്യദ്രോഹ കുറ്റമായിരിക്കും. പലർക്കും അതിനെപ്പറ്റി ഒരു അറിവ് തന്നെ ഇല്ല. അല്ല, ഒന്ന് ആലോചിച്ചു, അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ ഇവിടെ വരുന്നു. അവർ ഇവിടെയുള്ള ആളുകൾക്ക് ആധാർ കാർഡും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഇവർ ആധാർ കാർഡ് തന്നു ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ്. ചിലപ്പോൾ ഉത്തർപ്രദേശോ ബീഹാറോ ഒക്കെ ആയിരിക്കാം. സംസ്ഥാന തൊഴിലാളികളെല്ലാം ബംഗാളെന്നുള്ള ആൾക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എല്ലാരെയും നമ്മൾ കൂട്ടി വിളിക്കുന്ന പേരാണ് ബംഗാളി. എല്ലാരും ബംഗാൾ എന്നാണ് വരുന്നത്. ആ ബംഗാളി ചേട്ടൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവരെല്ലാം ബംഗാളിൽ നിന്ന് വരുന്ന ആളുകളല്ല. അതാണ് സത്യാവസ്ഥ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നതിനോടൊപ്പം മറ്റു രാജ്യത്തുനിന്നും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ്. അതും കള്ള പേരിലും ഒരു ID പോലും കൃത്യമായിട്ടുണ്ടാവില്ല. അപ്പൊ അവര് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നേരെ ഒരു അതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന വ്യക്തിയാണെന്ന് മാത്രം, അല്ലെങ്കിൽ ആളുടെ പേര് പോലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഒരാള്
ആരാണെന്ന് വെച്ച് നമ്മൾ പറഞ്ഞു നമ്മുടെ പോലീസ് സംവിധാനം എവിടെ പോയി അല്ല, ഈ ID ഫേക്ക് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ പേര് ഫേക്ക് ആയിരിക്കത്തില്ലേ? അപ്പൊ ഈ ഫേക്ക് ആയിട്ടുള്ള ഒരാളെ തപ്പി പോകണമെങ്കിൽ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. കേരള പോലീസ് എന്തോരം ബുദ്ധിമുട്ടേണ്ടി വരും. ഏത് സംസ്ഥാനത്ത് ഇനി അത് ഇന്ത്യക്കാരാവില്ലെന്ന് വെച്ചിട്ട് സംസ്ഥാനങ്ങളിൽ അന്വേഷിക്കുമ്പോഴായിരിക്കും ആ ഒരു വ്യക്തി ബംഗ്ലാദേശിയാണെന്ന് അറിയുന്നത്. ബംഗ്ലാദേശിൽ എവിടെ പോയി അന്വേഷിക്കും? നമുക്ക് അത്രയും ഫോഴ്സ് അവിടെ പോയി അന്വേഷിക്കാനുള്ള രീതിയൊന്നും നമ്മുടെ ഒരു ഇന്ത്യൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലേക്ക് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിന്റെ അവസ്ഥ. കേരളം ഒരു എന്തും ചെയ്യാനുള്ള ക്രിമിനലുകളുടെ ഒരു ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ. പോലീസ് സംവിധാനം കുറച്ചുകൂടെ ജാഗ്രത പുലർത്തി നിൽക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം. മനുഷ്യജീവന് കുറെ കൂടെ വില നൽകിയിട്ടുള്ള ഒരു പോലീസ് സുരക്ഷ നൽകട്ടെ. അല്ലെങ്കിൽ ഒരു പെട്രോളിയം പലയിടത്തും പോലും ഈ പോലീസ് പെട്രോളിയം തന്നെ പലയിടത്തും നന്നായിട്ട് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉണ്ട്, എന്നാലും ഈ സിറ്റികളിലൊക്കെ നന്നായിട്ടുണ്ടായിരിക്കും. എന്നാലും ഈ ഒരു ആലുവ പോലൊരു സിറ്റിയിൽ നമ്മൾ ഒരു 6 മണി 7 മണിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് പെട്രോളിയം നന്നായിട്ട് വേണ്ട ഒരു സ്ഥലമാണ്. കാരണം കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ആഭ്യന്തരമാണെങ്കിലും പോലീസ് വകുപ്പാണെങ്കിലും ഇതൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും കുറ്റകൃത്യങ്ങൾ കുറയാനും സുഗമമായിട്ടുള്ള ഒരു ജീവിതത്തിനും അനിവാര്യമായിട്ടുള്ളത്.